ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ രാവിലെ എണീറ്റു, കാഴ്ച കണ്ട് ഇങ്ങനെ പല്ലേക്കാട്ടോ. അയ്യോ ഒരണ്ണ Today's breakfast, Maggie. Welcome to Man with Third Eye Cooking Channel. അയ്യോ, നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. ഇടയ്ക്ക് നമ്മൾ ഒന്ന് ഇതേപോലെയൊക്കെ ഒന്ന് ടെൻറ്റൊക്കെ അടിച്ച് പ്രകൃതിയായിട്ടൊന്ന് ഇണങ്ങിച്ചേർന്ന്, തണുപ്പ് വേണ്ട എന്നാലും തണുപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അറിയാമോ? എങ്ങനെയാ പറഞ്ഞുതരാ, ഇതുണ്ടോ കൈയൊക്കെ അങ്ങോട്ട്, കാലും അതെ, വേറെ ഒന്നും പ്രശ്നമില്ല, കൈയും കാലും ഭയങ്കരമായിട്ട് ഇതാവുന്നു, ഫ്രീസാവുന്നു. ഗ്ലൗ എടുത്തിട്ടൊന്നും കാര്യമില്ല. ഒരു സൂര്യ വെളിച്ചം വരുന്നോണ്ട് പിന്നെ കുഴപ്പമില്ല. സമയം എത്രയായി? 8 മണി. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം 9368 അടി ഉയരത്തിൽ. എന്തൊരു സുഖാറിയോ ഇങ്ങനെയൊക്കെ, നെറ്റ്വർക്കില്ല, ഒന്നുമില്ല. സിംപ്ലി നമ്മളും നേച്ചറും മാത്രം. വേറെ അങ്ങനെ ശല്യവും അങ്ങനെ ഒന്നുമില്ല. പിന്നെ കുറേ ചെറിയ ചെറിയ കാട്ടുമൃഗങ്ങളുണ്ടാവും. മൃഗങ്ങൾ മീൻസ് ചെറിയതായിട്ടുള്ള അണ്ണാൻ, പിന്നെ പക്ഷികളായിട്ടുള്ള മൂങ്ങ, കരടി. ഇന്നലത്തെ വ്ളോഗിൽ കണ്ടില്ലേ, അവർ ചോദിച്ചു, ഞങ്ങളെ ചോദിച്ചു കരടി ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ 2 ദിവസം മുന്നേ കരടി വന്നു, ജസ്റ്റ് പോയി. ക്യാമ്പ് ഫയർ ഉള്ളത് കാരണം കരടി അടുക്കത്തില്ല, അതങ്ങ് പോകും. നമ്മളെ ഉപദ്രവിക്കില്ല കരടി. കരടീനെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് തിരിച്ച് അറ്റാക്ക് ചെയ്യൂ, അല്ലെങ്കിൽ അത് ജസ്റ്റ് വന്ന് പോയുള്ളൂ. സോ പേടിക്കേണ്ട ആവശ്യമില്ല, ഭയം വേണ്ട, ജാഗ്രത മതി. ഇല്ല പോകട്ടാ, എന്തേ ഗ്യാസ് തീർന്നോ? ഇല്ലല്ലോ, നല്ലോണം കത്തുന്നുണ്ട്. പക്ഷെ തണുപ്പായിട്ട് കഴിഞ്ഞ അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത് അറിയോ? ഇന്നത്തെ ക്യാമ്പ് സൈറ്റിൽ നമുക്കിതാ ആ സാധനം വാങ്ങിയേക്കണം. വൂളൻ സോക്സ് കാലുണ്ടാവില്ല, അധികം അമർത്താതെ നമ്മൾ വീണു. ഫുഡ് റെഡിയാ? ഫുഡ് റെഡി. ഓ സെറ്റ്. എന്താ പരിപാടി? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, പോകുന്നു അല്ലേ? ഓക്കെ, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒന്ന് ഉഷാറായിട്ട് നമ്മൾ യാത്ര തുടരുന്നതാണ്. ഇന്നും മിക്കവാറും ഏതെങ്കിലും ഒരു ടെൻറ്റിലായിരിക്കും, ഏതെങ്കിലും ഒരു ക്യാമ്പ് സൈറ്റിലായിരിക്കും നമ്മൾ കിടക്കുന്നുണ്ടാവുക. പുറകെ കൂടി ഒരു ഹൈവേ പോകുന്നുണ്ട് കേട്ടോ. ഹൈവേ അല്ല, നോർമൽ മറ്റേ കൗണ്ടി റോഡാണത്, ഹൈവേ അല്ല. ഓ ഇതിൻ്റെ മുകളിലൊക്കെ നോക്ക്, കാറിൻ്റെ മുകളിൽ നോക്കിയാൽ മഞ്ഞ് കിടക്കുന്നുണ്ടോ? എൻ്റെ അമ്മ, ഇത് ഓ ഉണ്ട്, ഈ ലെവലിൽ മഞ്ഞുണ്ട്. അവരുടെ ഇന്നലെ മഞ്ഞ് പെയ്തിട്ടുണ്ടായിട്ടാ. വെറുതെ എത്ര തണുപ്പ്, ഞാനിപ്പോഴാണ് കാണുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ ടെൻറ്റും അതൊക്കെ സാധനങ്ങളൊക്കെ തിരിച്ച് കാറിലേക്ക് പാക്ക് ചെയ്ത് ഇവിടുന്ന് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകാം കേട്ടോ. നമ്മൾ നിന്ന ക്യാമ്പ് സൈറ്റിൻ്റെ ഒരു
ലൊക്കേഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം ലേറ്റായി എത്തിയ കാരണം, ഇരുടായത് കാരണം ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതായത് ഒരു കാടിൻ്റെ നടുവിൽ കുറച്ച് ഡിസ്റ്റൻസ് വെച്ചിട്ട് ഇതേപോലെ കുറച്ച് ക്യാമ്പ് സൈറ്റ് ഉണ്ടാവും. അവിടെ വന്നിട്ട് ക്യാമ്പ് അടിക്കുക, ഫുഡ് ഉണ്ടാക്കുക, തിരിച്ചു പോവുക, അതാണ് പരിപാടി. ഓക്കെ, അപ്പം ആ ഓരോ ക്യാമ്പ് സൈറ്റിലും ഇലക്ട്രിസിറ്റി ഉള്ളത് ക്യാമ്പ് സൈറ്റും ഉണ്ട്, ഇല്ലാത്തതും ഉണ്ട്. അപ്പോൾ ഇത് ഇലക്ട്രിസിറ്റി ഉള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ നിൽക്കുന്നു. ക്യാമ്പ് സൈറ്റുകൾ തമ്മിൽ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉള്ളത് കാരണം നമുക്കങ്ങനെ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മാത്രമുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. കാടിൻ്റെ നടുവിലായതുകൊണ്ട് തന്നെ കരടികൾ വരാനുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചാൻസ് ഉണ്ട്. അതൊക്കെ നമ്മുടെ സ്വന്തം സേഫ്റ്റി വെച്ചിട്ട് വേണം നോക്കാൻ. ഇവരങ്ങനെ സേഫ്റ്റി ഒന്നും ഉറപ്പ് തരുന്നില്ല. നമ്മൾ തന്നെ ബെയർ സ്പ്രേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം എവിടേക്ക് വരാനൊക്കെ ഉള്ളത്. അങ്ങനെ എന്തായാലും നമ്മൾ ആ നേരത്തെ കണ്ട ഒരു ഹൈവേ, ഒരു റോഡ് ഉണ്ടല്ലോ, ആ റോഡിലേക്ക് കയറി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ പോകാം കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ഇവിടെ ഒരു ഗണ്ടോള റൈഡ് ഉണ്ട്, ടെല്യൂറൈഡിൽ. ആക്ച്വലി ഞങ്ങളെ പ്ലാനിലില്ലായിരുന്നു അത്. ഇവിടെ ടെൻറ്റ് ഹോസ്റ്റ് ചെയ്ത പുള്ളിക്കാരൻ പറഞ്ഞു നമ്മളോട്, നിങ്ങൾ എന്തായാലും പോകണം, കിടിലനാണ്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. അത് ഫ്രീ ആണെന്നും കൂടി പറഞ്ഞു. അപ്പോൾ അതെന്തായാലും യൂട്ടിലൈസ് ചെയ്യണം, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടേക്ക് പോവാണ്. ടെല്യൂറൈഡ് മൗണ്ടൈൻ വില്ലേജ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. പോയി നോക്കാം. ഞങ്ങൾ വന്ന വഴി കുറേ കളേഴ്സൊക്കെ വന്ന്, ഫോൾ കളേഴ്സൊക്കെ. നമുക്ക് ആസ്പെല്ലായിരുന്നു നമ്മൾ ആക്ച്വലി അത് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇവിടെ ഇത് വന്നു തുടങ്ങി, എന്താ പറയുക, കളേഴ്സ് വന്നു തുടങ്ങി. അപ്പോൾ അതും കൂടി നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അയ്യോ, ഓക്കെ. എന്തായാലും ഇന്നലത്തെ നൈറ്റ് തണുപ്പ് ഒഴിച്ച് ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. തണുപ്പ് ഇച്ചിരി കഠിനമായ തണുപ്പായിരുന്നു. കാലിപ്പോഴും ഫ്രീസാണ്. അതുകൊണ്ട് ഹീറ്റർ ഇട്ടിട്ട് കാലൊക്കെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പോയി നോക്കാം. അങ്ങനെ ഞങ്ങളിത് ഇവിടെ ഗണ്ടോള റൈഡിൻ്റെ പാർക്കിങ്ങിലെത്തി. ഇവിടെ തന്നെ ഗണ്ടോള റൈഡ് എടുക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് സ്റ്റെയർ കയറുക കേട്ടോ. അയ്യോ, അവരുടെ ചാടി കയറിയാണല്ലോ. ഇനി നേരെ ഏറ്റവും ടോപ്പിലേക്ക് പോകാൻ നിൽക്കുക. ഈ ടെല്യൂറൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തിലെ മെയിൻ അട്രാക്ഷനാണ് ഈ പറയുന്ന ഈ ഒരു ഗണ്ടോള റൈഡ്. അപ്പോൾ ഈ ഗണ്ടോള റൈഡ് ആക്ച്വലി തുടങ്ങുന്നത് ഓക്ക് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് വേറൊരു മൗണ്ടൻ വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ഇറങ്ങി പിന്നെയും മുകളിലേക്ക് പോകണമെങ്കിൽ മുകളിലേക്ക് കയറാം. അതല്ലാതെ അവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ടെല്യൂറൈഡിൻ്റെ വേറൊരു സൈഡിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ. അതായത് രണ്ട് സൈഡിലേക്ക് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. അതായത് രണ്ട് മൗണ്ടൻസിനെ കണക്ട് ചെയ്യുന്നൊരു സംഭവമാണ്. ഇതൊരു പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. അത് മാത്രമല്ല അമേരിക്കയിലെ ആദ്യത്തേതും ഇപ്പോൾ ഉള്ളതുമായിട്ടുള്ള ഏക ഒരു എന്താണ് ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ സർവീസാണിത്. അപ്പോൾ ഇതിനകത്ത് ടൂറിസ്റ്റുകൾ മാത്രമല്ല, ഇവിടെ ലോക്കലി താമസിക്കുന്ന ആൾക്കാർ വരെ, ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഒരു മൗണ്ടൈൻ്റെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തെ മൗണ്ടനിലേക്ക് വരികയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സാധാരണ അവരുടെ ഡേ ലൈഫിനകത്തുള്ള ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ മെട്രോ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ ഇവിടെ ഗണ്ടോള യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇത് എല്ലാ സീസണിലും ഇത് വർക്കിംഗ് ആണ്. വിൻ്ററിലും എല്ലാ സീസണിലും ഇത് വർക്കിംഗ് ആണ്. ഈ ഗണ്ടോല ഉണ്ടല്ലോ നമ്മുടെ കൊച്ചി മെട്രോ പോലെ എനിക്ക് തോന്നി. കാരണം എന്താ പറയുക, വലിയൊരു മൗണ്ടൈനെ കണക്ട് ചെയ്തോ. അതായത് മൗണ്ടൈൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ആൾക്കാർക്കും ഇപ്പുറത്തെ സൈഡിലുള്ള ആൾക്കാർക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണിത്. ഞങ്ങൾക്ക് മനസ്സിലായത് അങ്ങനെയാണ്. കാരണം ഓഫീസിൽ പോകുന്ന ആൾക്കാർ, അല്ലാത്ത നോർമലായിട്ട് പോകുന്ന അങ്ങനത്തെ ആൾക്കാരൊക്കെ അതിനകത്ത് യാത്ര ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ വന്ന് പാർക്ക് ചെയ്യുന്നു. ജോലിക്ക് പോകേണ്ടതൊക്കെ ചിലപ്പം ഇപ്പുറത്തെ വില്ലേജിൽ നിന്ന് അപ്പുറത്തെ വില്ലേജിലായിരിക്കും ചിലപ്പം ജോലിക്ക് പോകുന്നുണ്ടാവുക. അപ്പോൾ അവിടെ പോയിട്ട് ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. എനിക്ക് അങ്ങനെ കേട്ടോ തോന്നിയത്. സംഭവം കൊള്ളാം അല്ലേ? കൊച്ചി മെട്രോ ടെല്യൂറൈഡ് ഗണ്ടോള. സോ എനിവേ, എന്തായാലും നമ്മളിനി തിരിച്ചു പോവാണ്. നമുക്കിനി അടുത്ത സ്ഥലം പിടിക്കണം, പോവാം. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. അതൊരു വാട്ടർഫോളാണ് കേട്ടോ. ബോക്സ് കാനിയൻ എന്നാണ് ഈ ഒരു വാട്ടർഫോളിൻ്റെ പേര്. വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് ഇത്തിരി ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു വഴി കൂടിയാണ്. നമുക്ക് ദൂരത്തുനിന്നേ ഇങ്ങനെ കേൾക്കാൻ പറ്റും കേട്ടോ ആ ഒരു വാട്ടർഫോളിൻ്റെ ഒരു സൗണ്ട്. ആക്ച്വലി ഈ ഒരു വാട്ടർഫോൾ ഓറയെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് ആക്ച്വലി ഇത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ
ടെലുറൈഡിൽ നിന്ന് കുറച്ചൊരു ദൂരം മാത്രമേ ഉള്ളൂ ഈ ഓറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അവിടുന്ന് ആ സിറ്റീൻ്റെ ഉള്ളിൽ തന്നെയാണ്. സിറ്റി അല്ല, ഒരു മൗണ്ടൈൻ ടൗൺ ആണിത് ആക്ച്വലി. ചുറ്റും മലനിരകളും നടുവിൽ ചെറിയൊരു കുഞ്ഞു പട്ടണമായിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണിത്, ഈ ഒരു ബോക്സ് കാനിയൻ. നമ്മൾ പോകുന്ന വഴി നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ പോകുന്ന വഴി സ്റ്റീൽ കൊണ്ട് വെച്ചിട്ടുള്ള ഈ ഒരു വാക്ക് വേ കൂടി വേണം നമ്മൾ കയറി നടന്നു പോകാൻ. അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ഭീകരത. കാരണം ദൂരത്തുനിന്നുള്ള ആ സൗണ്ടും പിന്നെ അത്രയും ഹൈറ്റിൽ നിന്നുള്ളൊരു ആ വ്യൂവും പിന്നെ ഇടുങ്ങിയിട്ടുള്ള ഒരു വാക്ക് വേ ഒക്കെ ആയിട്ട് പാറക്കെട്ടിൻ്റെ നടുവ് കൂടി അങ്ങനെ പോകുമ്പോഴേ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, നമ്മളിപ്പോൾ നടന്നു പോകുന്ന ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന പോലെ. അതായത് എനിക്ക് തോന്നുന്നത് മറ്റേ ജുറാസിക് പാർക്ക് സിനിമയല്ലേ, അതിനകത്ത് കൂടി നടന്നു പോകുന്നൊരു സീനുണ്ട്, അതുപോലെ ഫീൽ ചെയ്തു. പിന്നെ അതുപോലെ ഇവിടുത്തെ ഈ ഒരു ഗൈഡഡ് നോട്ട്സ് എന്താണ് എഴുതി വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വാട്ടർഫാളിൻ്റെ സഹായത്തോടു കൂടിയാണ് ഓറേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചെറിയൊരു മൗണ്ടൈൻ ടൗണിലേക്കുള്ള ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടർബൈൻ കറക്കി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ശരിക്കും ഇത് ഭയങ്കര പേടിയാവും കേട്ടോ. നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഈ ഗ്രില്ലിനൊക്കെ ചെറിയൊരു ഇളക്കമൊക്കെ ഉണ്ട്. കാരണം ഇത് പാറേൻ്റെ മുകളിൽ ജസ്റ്റല്ല എങ്കിലും ഇത് കണക്ട് ചെയ്ത് വെച്ചാണല്ലോ. അപ്പോൾ നടക്കുന്ന സമയത്ത് ഈ ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇളകുന്നുണ്ട്. നമ്മളിപ്പോൾ എന്താ കണ്ടത്? എൻ്റെ അമ്മേ, പേടിയാവട്ടോ സത്യം പറയാലോ. ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഫോഴ്സൊക്കെ കാണുമ്പോണ്ടല്ലോ, അതാ നിങ്ങൾക്ക് അവിടെ ഞാനത് സെപ്പറേറ്റ് വീഡിയോ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അവിടെ ഒരു പണ്ടത്തെ ഒരു ഇതുണ്ട്, ജനറേറ്റർ പോലത്തെ ഒരു സംഭവമുണ്ട്. ആ ഫോഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഓറയെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിറ്റി മൊത്തം പവർ ചെയ്തുകൊണ്ടിരുന്നത്. പണ്ട് ഇലക്ട്രിസിറ്റി മൊത്തം എടുത്തുകൊണ്ടിരുന്നത് ആ ഒരു പവർ യൂസ് ചെയ്തിട്ടായിരുന്നു. ഓ എൻ്റെ അമ്മേ, അതിൻ്റെ അടിയിലൊക്കെ പെട്ടുപോയാലുണ്ടല്ലോ മരിച്ചു. സത്യോ, ഓൺ ദ സ്പോട്ട് പോവും. എൻ്റെ അമ്മേ, എന്നാലും ഇവിടെ വരാൻ എടുത്ത തീരുമാനം എന്തായാലും വെറുതെ ഇല്ല. എന്തായാലും ഇത് കീടിലാണ് കേട്ടോ. പേടിയാവും, സത്യം പറഞ്ഞാൽ പേടിയാവും. ആ പ്രത്യേകിച്ച് എന്താ പറയുക, നമ്മൾ ആ ബോക്സിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് മറ്റേ ജുറാസിക് പാർക്കിനകത്ത് മറ്റേ ഓർമ്മ ഉണ്ടാ, പടം കണ്ടുണ്ടാ? ആരോടാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? മറ്റേ ആ ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന സമയത്ത് മറ്റേ പറക്കുന്ന ദിനോസർ വന്നിട്ട് ഇങ്ങനെ ഇതാക്കുന്ന ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നൊരു പ്രതീതിയൊക്കെ എനിക്ക് വരുന്നത്. ഓക്കെ, എന്തായാലും ഞങ്ങൾ പതുക്കെ മൂവ് ചെയ്യട്ടെ, പോവാം. കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ ദിവസം നമ്മളിവിടെ എൻഡ് ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി ഞങ്ങൾ സ്റ്റേക്ക് വേണ്ടിയിട്ട് ഒരു ടെൻറ്റ് സ്റ്റേക്ക് വേണ്ടി പോയി. ഓക്കെ, പക്ഷേ അവിടെ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള രീതിയിലാണ് ഒരുവിധം എല്ലാ സ്ഥലത്തും, അല്ലെങ്കിൽ നേരത്തെ കാലത്ത് ബുക്ക് ചെയ്യണം. നമ്മൾ പോകുന്ന വഴിയൊക്കെ എങ്ങനെയാവും എന്നുള്ളത് അറിയാത്തതുകൊണ്ട് ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ഫുള്ള് ടെൻറ്റ് സ്റ്റേ മൊത്തം ഫുള്ള്. പിന്നെ നമ്മൾ പുറത്തേക്ക് വന്ന് സിറ്റിയിൽ നോക്കിയപ്പോൾ ഒരു ഹോട്ടൽ കിട്ടി. സോ നമ്മളിപ്പോൾ അതേ ഹോട്ടലിൽ കയറി റൂം എടുത്തേക്കാണ്. ഇനി നാളെ അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പം നാളത്തെ വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.